ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ യൂട്യൂബിലൊക്കെ വൈറലായിട്ടുള്ള നല്ലൊരു മസാല വർമ്മയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഞാൻ ഈ ഒരു കപ്പിൽ 1 കപ്പ് ഉഴുന്നും 1/2 ടീസ്പൂണ് ഉലുവയും 4 കപ്പ് പച്ചരിയും കൂടിയിട്ട് വെള്ളത്തിൽ കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു 6 മണിക്കൂറോളം. പിന്നെ 2 ടേബിൾ സ്പൂണോളം ചോറും കൂടിയിട്ട് ചേർത്തിട്ട് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. 6 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ചിക്കന്, ബോൺലെസ് ചിക്കന് ഫ്രൈ ചെയ്തെടുത്തതാണ്. അതേപോലെ ബീഫും ചെറിയ പീസാക്കിയിട്ട് ഫ്രൈ ചെയ്തെടുത്തതാണ് കേട്ടോ. മഞ്ഞൾപ്പൊടി, ഉപ്പും കുരുമുളക് പൊടിയും മാത്രം ഇട്ടിട്ട്. ഇത് തേങ്ങാ ചമ്മന്തിയാണ്. മല്ലിയില, പച്ചമുളക്, ഉപ്പ്, ചെറിയ പീസ് ഇഞ്ചി, പിന്നെ തേങ്ങ, കുറച്ച് വിനീഗർ, കുറച്ച് വെള്ളം കൂടിയിട്ട് ചേർത്തിട്ട് അരച്ചെടുത്തൊരു ചമ്മന്തിയാണ്. അതേപോലെ തന്നെ ഇത് നല്ലൊരു മസാലയാണ്. ഇതിൽ ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, കോളിഫ്ലവർ, പിന്നെ ഗ്രീൻ പീസ്, പിന്നെ നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള മസാലക്കൂട്ടൊക്കെ ഉണ്ട്. അതൊക്കെ ചേർത്തിട്ടുള്ള നല്ലൊരു മസാലയാണ് കേട്ടോ. അപ്പോൾ വീഡിയോയുടെ ഈ റെസിപ്പിയുടെ ഇൻഗ്രീഡിയൻസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ ഞാനും ഇടാം കേട്ടോ. അപ്പോൾ ഞാനിത് ഉണ്ടാക്കുന്ന വീഡിയോ എടുത്തിട്ടില്ല, സോറി. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ റെസിപ്പി ഇടാം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മസാലയാണ്. അപ്പോൾ ഞാൻ 6 മണിക്കൂർ നമ്മുടെ മാവ് അരച്ചിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത് എൻ്റെ ഷോപ്പിൽ വെച്ചിട്ടാണ് കേട്ടോ. അവിടെ ഷവർമയും ബർഗറൊക്കെ ഉണ്ടാക്കുന്ന കല്ലാണ് കേട്ടോ ഇത്. അപ്പം നമ്മുടെ മാവ് നമ്മൾ സാധാരണ മസാല ദോശയ്ക്ക് ഉണ്ടാക്കുന്ന പോലെ തന്നെ മാവ് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് നെയ്യും കൂടിയിട്ട് സ്പ്രെഡ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ നമ്മൾ അരച്ചെടുത്ത ചമ്മന്തിയാണ് കേട്ടോ ആദ്യം തേച്ച് കൊടുക്കേണ്ടത്. അതിന് ശേഷം കുറച്ച് പ്ലെയിൻ മയനസാണ്. മയനസും കൂടിയിട്ട് എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ തേച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ പൊട്ടാറ്റോയുടെ ഒക്കെ മസാല ഉണ്ടല്ലോ, അതും കൂടിയിട്ട് എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കന്, ബീഫ് എല്ലാം കൂടിയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇതേപോലെ തന്നെ ഇങ്ങനെ വെതറി കൊടുക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ ദോശയുടെ അടിഭാഗമൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിൽ ചേർത്തിട്ടുള്ള മൈനസും ചമ്മന്തിയും അതുപോലെ നമ്മൾ ചേർത്തിട്ടുള്ള വെജിറ്റബിൾസിൻ്റെ മസാലയും, പിന്നെ ഇടയ്ക്ക് നമുക്കിത് കഴിക്കുമ്പോൾ ഇതിലെ ചിക്കനും ബീഫൊക്കെ ഫ്രൈ ചെയ്തത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഒരു സ്പെഷ്യലായിട്ടുള്ള ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ ആദ്യം മാവ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നെയ്യ് സ്പ്രെഡ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നെയ്യും കൂടി സ്പ്രെഡ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ദോശ മൊരിഞ്ഞിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുക. അതിന് ശേഷമാണ് നമ്മൾ തേങ്ങാ ചമ്മന്തി മൈനസൊക്കെ ചേർത്ത് കൊടുക്കേണ്ടത്. നല്ലൊരു സ്പെഷ്യലായിട്ടുള്ള ടേസ്റ്റാണ് കേട്ടോ ഈ ദോശക്ക്. ഞാനപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ എടുത്തിട്ടില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ കമൻറ്റ് ബോക്സിൽ റെസിപ്പി വേണമെങ്കിൽ ചോദിക്കാൻ മറക്കരുത് കേട്ടോ. ഞാനിതിൻ്റെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഇടുന്നതാണ്. അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മസാല വർമ്മ റെഡി ആയിട്ടുണ്ട്. ഈ മൈനസും തേങ്ങാ ചമ്മന്തിയൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റിയാണ് കേട്ടോ അത് കഴിക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടണും ക്ലിക്ക് ചെയ്തേക്കണേ. അതിലെ ഓൾ എന്ന ഓപ്ഷനും കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്കെല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും താങ്ക് യു. ബൈ.